പറയുന്നവളാരാണ് കൊലുസിന്റെ താളം എന്താണ് കാതോരം ഈശൽനാദമാകും ശീലാണ് കരിമിഴിയും കിളിമൊഴിയും കലവില കൂടണ കാടാണ് ഇടനെഞ്ചിനുള്ളിൽ ഓളാണ് എന്നാലും ചിരം തീരും സ്വർഗം എന്നാണ് അവളെന്റെ കിനാക്കളവത്ത് വന്നൊരു പെണ്ണാണ് ഇന്നുത്തിരി മോഹമണത്തരിലാണ് കിടപ്പാണ് ഹായ്, വെൽക്കം ബാക്ക്. സന വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. എന്താണ് വിശേഷം? കുഞ്ഞു വിശേഷമായിട്ട് ഞങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. ഈ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട്. നല്ല മഴ ഉണ്ടായിരുന്നു, കുറച്ച് മഴ പോയി കേട്ടോ. അപ്പം ഞങ്ങൾക്ക് ചിക്കൻ ഷോപ്പിൽ ചിക്കനെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ്റെ പാർട്സ് ഉണ്ട്, അത് പോയി വാങ്ങണം. അങ്ങനെ ഞാൻ പോകുന്നത് കേട്ടോ. ഈ പോകുന്ന റൂട്ടുള്ളത് ഇപ്പുറത്തെ കൂടിയിട്ടുള്ള റൂട്ടാണ് ഞാൻ ഇപ്പോൾ പോകുന്നുള്ളത്. അപ്പോൾ നല്ല പ്ലേസാണ് ഇവിടെയും. അതുപോലെ തന്നെ കുറച്ചുകൂടി സ്പേസ് ഉണ്ട് കേട്ടോ ഇവിടെ പോകുന്ന സമയത്ത്. ഇവിടെയും അങ്ങനെ രണ്ട് സൈഡ് അടുത്താണ് ഷോപ്പും കാര്യങ്ങളും. ഒരു അമ്മച്ചിൻ്റെ വീടാണ് കേട്ടോ. ഈ അമ്മച്ചിൻ്റെ സ്ഥലമുള്ളതുകൊണ്ട് ഈ അമ്മച്ചക്ക് മക്കളില്ല, ഭർത്താവ് മരിച്ചു. ഈ വീട്ടിലാണ് താമസിക്കുക. ഉള്ളിൽ ലൈറ്റ് കൂടിയില്ല, അവർക്ക് വെളിച്ചമായിട്ട് ഒന്നുമില്ല കേട്ടോ. രാത്രിയോടോ അവരപ്പുറത്തോടോ കിടക്കുന്നു, അവരലക്കുന്ന കല്ലെല്ലാം നോക്കി ഇങ്ങനെയുള്ള അവസ്ഥയാണല്ലോ. നമുക്ക് വാടകയാണെങ്കിലും തരാം പഠിച്ചോണ്ട് സുഖക്കുന്ന ആ വീട്ടിലായിരുന്നു അവർ താമസിച്ചത്. അവർ അനിയനെല്ലാം ഉണ്ടായിരുന്നു ഭർത്താവിൻ്റെ. അവരെല്ലാം ഇപ്പോൾ എന്തോ ഗവൺമെൻറ് ജോലി കിട്ടിയിട്ട് ട്രാൻസ്ഫർ ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഈ വീട്ടിലാണ് അവർ താമസിക്കുന്നത്. ചക്കയെല്ലാം ഉണ്ട് കുറേ ഈ വീട്ടിൽ. ഇതെല്ലാം ഇവരുടെ സ്ഥലമൊന്നും കേട്ടോ. പക്ഷെ അവർ വീടില്ല സ്വന്തമായിട്ട്, ബന്ധുക്കളുമില്ല. കർണാടക അങ്ങനെ എന്തോ തോന്നുന്നുണ്ട്. അവർ ജോലി ചെയ്യുന്നുണ്ട്, അവർക്ക് ഇഷ്ടംപോലെ പൈസ ഉണ്ടെന്ന് പറയുന്നുണ്ട് അവർ രാത്രി. പക്ഷെ അങ്ങനത്തെ വീട്ടിൽ നമുക്ക് നാലാഴ്ച നോക്കുന്ന ആ പെണ്ണുങ്ങളിൽ പോകുന്നുണ്ട് കേട്ടോ. നാലാഴ്ചയൊക്കെ അങ്ങനെയുള്ള അവസ്ഥ അല്ലല്ലേ. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണണം കേട്ടോ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ. ഇവർ പള്ളിക്ക് പോകുന്ന റൂട്ടാണ് കേട്ടോ. അവർക്കൊന്നും റോഡില്ല, ചെറിയ ഷോർട്ട് വഴിയാണ്. ഈ പള്ളിക്ക് ഞാൻ എല്ലാ ആഴ്ച തോറും സ്ഥലത്തിന് പോകട്ടെ. ദർസാന്ന് എത്തിമക്കളെല്ലാം പഠിക്കുന്ന ദർസാന്ന്. അവിടെ സ്ഥലത്ത് നബിദിനത്തിൽ നല്ല പരിപാടിയുണ്ട്. അപ്പോൾ നമ്മളിന്ന് ചിക്കൻ പാർട്സൊക്കെ ഒന്ന് വാങ്ങി വരട്ടെ. നോമ്പുണ്ട്, വൈകുന്നേരം നോമ്പ് തുറക്കാൻ എന്തെങ്കിലും കടി ഉണ്ടാക്കണം. അങ്ങനെയാണ് കേട്ടോ വിശേഷങ്ങൾ. എന്തൊക്കെ ചെറിയ വിശേഷമാണ്. അപ്പം വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. ഇവിടെ നോക്ക്, വെള്ളം നല്ല കെട്ടിക്കിടക്കുന്നുണ്ട്. പക്ഷേ ഇന്നില്ലല്ലോ അത്ര. എല്ലാം നല്ല നല്ലോണം വെള്ളം ഉണ്ടാകുന്നു. ITI കോളേജ് എന്ന് പറയുന്നത് ഇതാണ്, ഗവൺമെൻറ് ITI കോളേജ്. ഇവിടെ ഹോസ്റ്റലൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ തിരിച്ച് പോവാണ് വീട്ടിലേക്ക്. എത്താനായിട്ട് അത്രേ ഉള്ളൂ. നല്ല ഗാർഡനൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് ഇവിടെ. നല്ല രസമുണ്ട് കേട്ടോ. കുട്ടികൾ ഇങ്ങനെ ടൈം പാസിനൊക്കെ പഠിക്കുന്നതാണ്. 1 ഇയർ കോഴ്സുണ്ട്, ട്യൂറിക്കസ് കോഴ്സുണ്ട്. ബോയ്സിന് ബെറ്ററാണ്, ഗേൾസിനാണെങ്കിൽ ബെറ്ററൊന്നുമില്ല ഈ കോഴ്സ് പഠിച്ചാൽ. എൻ്റെ കോളേജ് അത് ഹോസ്റ്റൽ, അപ്പുറത്തുള്ള ഹോസ്റ്റൽ, ഇത് കോളേജ്. പാർട്സ് മാത്രം കേട്ടോ, ലീവ് ഇതൊന്നുമില്ല. ഞാൻ ഇതിൻ്റെ ചിക്കൻ്റെ കാല് അതൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെ പാർട്സ് പറഞ്ഞാൽ ലിവറും ഇതൊക്കെയാണ്. KGക്ക് മുമ്പ് 40 രൂപ ഉണ്ടായി, ഇപ്പോൾ കുറച്ച് കൂടി കൂടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനൊന്ന് വൃത്തിയാക്കാണ് പണി തേച്ചുള്ളത്. മുമ്പേ ഞങ്ങൾക്ക് വാങ്ങിക്കൊടുത്തു, കുറേ വാങ്ങിക്കാറ്. കഴിഞ്ഞ ഉണ്ടാവരുള്ളൂ. ഇന്ന് രാവിലെ വിളിച്ച് പറഞ്ഞു, എന്നാലും അവരെടുത്ത് കൊടുക്കും. അപ്പോൾ ഇതിന് ക്ലീനാക്കാനുണ്ട്, ഹോസ്പിൻ്റെ ക്ലീനാക്കാം. എനിക്ക് നോമ്പുണ്ട് കേട്ടോ, മുഹറത്തിൻ്റെ. അപ്പോൾ മഴ ഉണ്ടായിരുന്നു, രാവിലെ നല്ല തണുപ്പായിരുന്നു കേട്ടോ.
എനിക്ക് ഇന്ന് കുറച്ച് ക്ലീനിങ് ഉണ്ടായിരുന്നു, കുറേ പ്ലേറ്റിൽ അത് ഇതെല്ലാം പൊടി പിടിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ഞാൻ ഇവിടെ എല്ലാം തോർത്തി വെച്ചതാണ് കേട്ടോ. ഇതൊക്കെ തോർത്തി ഞാൻ വെച്ചതാണ്. ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കുറേ ദിവസം മുമ്പിൽ ക്ലീൻ ചെയ്ത് പൊടി മഴക്കാലല്ലേ എല്ലാം പൊടി പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉച്ച കഴിഞ്ഞു കേട്ടോ, ഉച്ച കഴിഞ്ഞു. ഇപ്പോൾ വൈകുന്നേരത്തേന് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഇവിടെ തേങ്ങ തെങ്ങുണ്ട്, വീട്ടിൽ തെങ്ങ് ഇവിടെ തേങ്ങ പിടിച്ചിട്ടുണ്ട്. മാഷല്ല പിന്നെ ഇവിടെ നല്ല മഴ പിടിച്ചിട്ടുണ്ട്. ഇപ്പം നല്ല ചടപട പറഞ്ഞിട്ട് മഴ വരുന്ന അങ്ങനെയാണ് കേട്ടോ. ചടപട അറിഞ്ഞിട്ട് മഴ വരുന്നു. ഓടാൻ തുടങ്ങി. വൈകുന്നേരം ആയില്ലേ, ഉച്ച കഴിഞ്ഞു, 3 മണി കഴിഞ്ഞു, അടുത്തിട്ട് തേട്ടിയൊക്കെ ആയി. ഇപ്പം നായി ഇന്നലെ രാത്രി നോക്കും ഭയങ്കര നായിൻ്റെ കരച്ചൊക്കെ പേടിയാവുന്നുണ്ട് കേട്ടോ. ദൂരെ നോക്ക്, അവിടെ കാണാൻ പറ്റുന്നില്ല. നമുക്ക് അവിടെ എന്തോ ഒരു വീട് കാണുന്നുണ്ട്, എന്താണെന്നറിയില്ല. സൈഡ് കേട്ടോ നല്ല. ഇനി വേറെ വിശേഷമായി വൈകുന്നേരത്തെ വിശേഷമൊക്കെ കാണട്ടോ. അപ്പം നിങ്ങൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ. പാർട്സ് ചിക്കൻ്റെ പാർട്സും ചിക്കനും ഇട്ടിട്ട് കിട്ടുക നല്ലൊരു മസാല പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പാർട്സ് മാത്രം നല്ല രസമുണ്ടാകുന്നു. പാർട്സ് മാത്രം നല്ല മസാല ഇപ്പം നല്ല രസമുണ്ടാകുന്നു. പക്ഷേ ഇനിയിപ്പോൾ ചിക്കൻ ഒട്ടിക്കുള്ള ചിക്കൻ പാർട്സും ചിക്കനും കൂടിയിട്ടുള്ള മസാല ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ചിക്കൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ കേട്ടോ, കുറേ ഒന്നും എടുത്തിട്ടില്ല, കുറച്ചേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതേപോലെ ഞാൻ പാർട്സ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ഇതൊന്ന് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ വേവിക്കുമ്പോൾ ഇട്ടിട്ടുണ്ട്. അപ്പം കുറച്ച് ഉപ്പ് ഇട്ട് അങ്ങനെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇന്ന് മോൾക്ക് ഭയങ്കര മടി വീഡിയോ പിടിക്കാനൊക്കെ, അല്ലെങ്കിൽ ഇവൾ പിടിക്കുന്നുണ്ട്. ഇന്ന് എന്താണെന്ന് അറിയില്ല, മഴയല്ലേ, ഇതാണ് വേറെ മടി പിടിക്കുന്ന കുട്ടികൾക്ക്. പിന്നെ ഇളക്കി കൊടുക്കാം കേട്ടോ. ഇതുപോലെ വെച്ചിട്ട് പിന്നെ ഞാൻ മുളക് പൊടി ഇട്ടിട്ട് മല്ലിപ്പൊടിയും ഇതൊക്കെ ഇട്ട് നല്ല മസാല ഉണ്ടാക്കട്ടെ. കുറച്ച് വലിയ കിട്ടണം. അപ്പോൾ കാറ്റാന്ന് നോക്ക്, കാറ്റ് നല്ല കാറ്റ്, ഞാൻ കാട്ടി കേട്ടോ. ഇങ്ങനെ നമ്മൾ കറി റെഡിയാവുന്നുണ്ട്. ആ ചിക്കനും ലിവറും പാർട്സൊക്കെ ഇട്ടുള്ള കറി റെഡിയാവുന്നുണ്ട്. ഇനി എന്ത് ചെയ്യണം, ഇനി എനിക്ക് പണിയെന്ന് വെച്ചാൽ ഇനി എനിക്ക് പൊടി ഉണ്ടാക്കണം നോമ്പ് തുറക്കുമ്പോൾ. അപ്പം അതിനെല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതിന് ഞാൻ പൊടി ചെറുതായി ഇങ്ങനെ മുറിച്ച് അതിലേക്ക് ഉപ്പ് വെള്ളം കലക്കി വെച്ചത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഒരു ചപ്പ പോലെ ഉണ്ടാവും എന്നുള്ളത്. അതിന് വേണ്ടി അങ്ങനെ ചെയ്ത് വെച്ചത്. പണ്ട് ഞങ്ങളുടെ ഉമ്മ അങ്ങനെ ഞങ്ങൾക്കതുപോലെ പറഞ്ഞ് തന്നത് കൊണ്ട് അതുപോലെ ശീലിക്കുന്നതാണ്. ഇപ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്യണമെന്നില്ല. പിന്നെ ഞാൻ മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് മൈദപ്പൊടിയും അതുപോലെ തന്നെ കടലപ്പൊടിയും കുറച്ച് പച്ചമുളക് വലുതായി പോയിട്ട് ഞാൻ കട്ട് ചെയ്തത്. കത്തി എവിടെയോ ഉണ്ടായിരുന്നു, വലുതായി പോയി കട്ട് ചെയ്ത്. പിന്നെ കുറച്ച് മുളക് പൊടിയും മുട്ടയും കൂട്ടി നല്ല മിക്സ് ചെയ്തതാണ് കേട്ടോ. കുറേ സമയമായി ഞാനത് കലക്കി വെച്ചിട്ട് നന്നായി നല്ല സ്മൂത്തായിട്ടുണ്ടാവും. ബാങ്ക് കൊടുക്കാനാകുമ്പോൾ പിന്നെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, റെഡിയാവുന്നുണ്ട് കേട്ടോ. 6 മണിയായി. കൊടുക്കാൻ അത്ര സമയം 7 മണി കഴിയുന്നുണ്ട്. ഉണ്ടാക്കി കുറച്ച് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. രാവിലെ മുതലേ പണിയിലേ ഉണ്ടായതല്ലേ, കുറച്ച് പെട്ടെന്ന് ഉണ്ടാക്കി കുറച്ച് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് കാഞ്ഞി കിട്ടണം, എന്നാലും നമുക്ക് നല്ല ചുവപ്പ് കളറാകുമ്പോൾ ഇങ്ങനെ ചെയ്യാം. ഞാൻ എല്ലാം കരിഞ്ഞ് പോകും, ഞാൻ കയ്യിലിട്ടുകൊണ്ടിരിക്കുന്നു. കാറ്റുണ്ട്. ഉള്ളിലേക്ക് തന്നെ വെള്ളം തെറിക്കുന്നു കേട്ടോ കാറ്റത്ത്. ഇന്നത്തെ വൈകുന്നേരത്തെ വിശേഷമായി
ഞാൻ മുമ്പിലേക്ക് വന്നിട്ടുള്ളത്. അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ എല്ലാവരും പരമാവധി ഷെയർ ചെയ്യുക. എല്ലാവരും വീട്ടിലൊക്കെ വെളിയായിട്ടൊക്കെ ഇട്ട് കഴിഞ്ഞു. വീട്ടിലേക്ക് ഇട്ട് കഴിഞ്ഞ് നല്ല മഴ വന്നിട്ട് പോയത്, നല്ല കാറ്റും മഴ. ഞങ്ങൾക്കത് കണ്ടു കാണുന്നവരുന്ന നേരത്തെ ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ മഴ പോകുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ. അപ്പം ഓക്കെ ബൈ, ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം കേട്ടോ.